Good afternoon, Miss. Good afternoon, all. Okay, class start here. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ചാപ്റ്റർ തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ടേബിൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന് മുൻപ് വേസ്റ്റ് കളക്ഷനും സെഗ്രേഷനും നമ്മൾ പറഞ്ഞായിരുന്നു ലാസ്റ്റ് ക്ലാസ്സില്. ഓർക്കുന്നുണ്ടോ? വേസ്റ്റ് കളക്ഷനും സെഗ്രേഷനും ജസ്റ്റ് വായിച്ചായിരുന്നോ? ടേബിൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ ടേബിൾ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണോ? നിങ്ങൾ വേസ്റ്റ് കളക്ഷനും സെഗ്രേഷനും പറഞ്ഞോ? ഓർക്കുന്നുണ്ടോ നിങ്ങള്? വായിക്കണില്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ് വരെയാണ് തോന്നുന്നു വായിച്ചത് നമ്മൾ. ഓക്കെ, പ്രോസസ് വരെ വായിച്ചു. ഓക്കെ, അപ്പൊ ദെൻ നോക്കാം. പറഞ്ഞിട്ടില്ല, വേസ്റ്റ് കളക്ഷൻ പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ, പല ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ക്ലാസ്സിലാണോ എന്നൊരു ഡൗട്ട്. ഓക്കെ, ദെൻ നോക്കാം. വേസ്റ്റ് കളക്ഷൻ എങ്ങനെയാ വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ജസ്റ്റ് പറയുന്നത്. നോക്കാം കേട്ടോ. Waste collection is a step in procedure of waste management. അല്ലെ, വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു സ്റ്റെപ്പ്, ഒരു പ്രൊസീജിയേഴ്സിന്റെ ഒരു സ്റ്റെപ്പാണ് വേസ്റ്റ് ആദ്യം കളക്ട് ചെയ്യുക എന്ന് പറയുന്നത്. Is moving solid waste to the point of treatment or landfill from the point of usage and disposal. അല്ലെ, ഇവിടെ പറയുന്നത് എന്താണ്? അതായത് നമ്മള് സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ, ഖരമാലിന്യങ്ങൾ, കട്ടിയുള്ള മാലിന്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ലാൻഡ് ഡിസ്പോസൽ ചെയ്യുന്ന ഏരിയയിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ലാൻഡ് ഫിൽ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, കുഴിച്ചുമൂടുന്ന ഒരു ഏരിയയിലോട്ടോ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അതായത് നമ്മൾ വേസ്റ്റ് തരംതിരിച്ച് വെക്കുകയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങളുടെ വീട്ടില് ഹരിതകർമ്മ സേനക്കാർ വരാറുണ്ട് അല്ലെ, പ്ലാസ്റ്റിക് എടുക്കാൻ വരില്ലേ? കൊടുക്കാറുണ്ടോ? നിങ്ങള് കൊടുക്കാറുണ്ടോ? എല്ലാ മാസവും അല്ലാന്ന് തോന്നുന്നു അല്ലെ, ഒരു 2 months 3 months ഒക്കെ ഇടയിലല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ വേസ്റ്റ് കൊടുക്കും. അപ്പൊ നമ്മൾ ഒരുമിച്ചൊക്കെയാണ് വേസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും? കൊണ്ടുപോകുന്നതിന് മുൻപായിട്ടൊന്ന് വേസ്റ്റ് നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടൊന്ന് ഇടും. ഇല്ലേ, ചെയ്യാറില്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ടോ? സെപ്പറേറ്റ് ഒക്കെ ചെയ്ത് വേസ്റ്റ് ആദ്യം കളക്ട് ചെയ്യും അവര്. അപ്പൊ അതാണ് കളക്ഷൻ, ആണ് ആദ്യത്തെ പ്രോസസ്സ്. രണ്ടാമതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സെഗറേഷൻ. സെഗറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സെപ്പറേറ്റ് ചെയ്യുന്നത്, വേർതിരിക്കുന്നത്. Segregation makes it simple to stop the spread of illness, make it simple to choose from the disposal choice, and can lessen the burden on the waste treatment system and protect against injuries. അല്ലേ, അതായത് നമ്മുടെ ഇപ്പൊ ഹോസ്പിറ്റലിലെ ബയോമെഡിക്കൽ വേസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമ്മൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകള് സെപ്പറേറ്റ് ചെയ്തിടാൻ നമ്മൾ പറഞ്ഞു. ഓരോ ഡിഫറെന്റ് കളർ കോഡുള്ള വേസ്റ്റ് ബിന്നുകൾക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ടാവും. അതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അപ്പോ ഓരോ വേസ്റ്റ് ബിന്നിലും ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലെ, പ്ലാസ്റ്റിക് മാലിന്യങ്ങള്, പേപ്പർ വേസ്റ്റുകള് എന്നിങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വേസ്റ്റ് ബിന്നുകൾ കണ്ടിട്ടില്ല എല്ലാവരും? നിങ്ങളുടെ വീടിനരികത്തായിട്ടോ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാകും ഓരോ കളർ കോഡിലെ വേസ്റ്റ് അല്ലെ. അപ്പോ സെഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നത് മീൻസ് അസുഖങ്ങൾ പകരുന്നത് തടയാനായിട്ട് നമുക്ക് കഴിയുന്നത് അല്ലെ. അതായത് സിമ്പിൾ ടു സ്റ്റോപ്പ് ദ സ്പ്രെഡ് ഓഫ് ഇൽനെസ്. ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മുടെ പേഷ്യന്റിന് ഉപയോഗിച്ച വസ്തുക്കളൊക്കെ ഉണ്ടാകും. സോ അണുക്കളുള്ള വസ്തുക്കൾ ഉണ്ടാകും, ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വസ്തുക്കൾ, അതും എല്ലാ സാധനങ്ങളിലും മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും അസുഖങ്ങൾ, ഇൻഫെക്ഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഒരു ഡിസ്പോസൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിനെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കാണ്, വേർതിരിച്ചിട്ട് നമ്മൾ ഡിസ്പോസൽ ചെയ്യാനായിട്ട്. അതായത് ഓരോ കളർ കോഡുള്ള വേസ്റ്റ് ബിന്നിലൊക്കെ നമ്മൾ ഓൾറെഡി മിക്സപ്പ് ചെയ്തിടാതെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇടാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ മീൻസ് കുറയ്ക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വേസ്റ്റ് ട്രീറ്റ്മെന്റ് സിസ്റ്റം ആൻഡ് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഇഞ്ചുറീസ്, നമുക്ക് ഇഞ്ചുറീസ് ഒന്നും വരില്ലാന്ന്. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുന്നെങ്കിൽ ഹോസ്പിറ്റൽ വേസ്റ്റ്, ഇപ്പോ തുണികളും അല്ലെങ്കിൽ ഇൻജക്ട് ചെയ്തിട്ടുള്ള മറ്റേ സിറഞ്ച് നീഡിൽസ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വേസ്റ്റ് കാര്യം ഗ്ലൗസ് ഇട്ടാണ് അവര് വേസ്റ്റ് എടുക്കുന്നതെങ്കിലും കയ്യിൽ മുറിവുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മള് മൂർച്ചയുള്ള ഷാർപ്പനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ മൂർച്ച മീൻസ് അത് എടുക്കുമ്പോൾ നമുക്ക് ഇഞ്ചുറീസ് വരാം. സോ അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വേസ്റ്റുകൾ ഇടുകയാണ് നാം സെപ്പറേഷനിൽ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് വേസ്റ്റ് കളക്ട് ചെയ്യുക, then അതിനെ സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ,
ക്ലിയർ ആണല്ലോ? ഇവിടെ ജസ്റ്റ് അത്രേ ഉള്ളൂ മനസ്സിലാക്കാൻ, വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല. ഫസ്റ്റ് വേസ്റ്റ് കളക്ട് ചെയ്യുന്നു, കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണേണ്, അതിന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ രോഗങ്ങൾ പകരാതിരിക്കാനും മുറിവുകളൊക്കെ ഒന്നും വരാതിരിക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നു, വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് കേട്ടോ, ടേബിൾ ആണ്. നമ്മൾ ഇനി നിങ്ങൾ ഈ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയണം അല്ലെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് കണ്ടു പഠിക്കുന്നതൊക്കെ നമ്മൾ പറയില്ലേ, നമ്മളൊരു അനുഭവമാണത് അല്ലെ. ഈ ഒരു ടേബിൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഈ ടേബിളിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ചെക്ക് ചെയ്യൂലേ എല്ലാവരും? ചെക്ക് ചെയ്യോ? ഇല്ല ആരും ക്ലാസ്സില്? ഇത് പറ്റി റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് ആണ് ഏറ്റവും വേണ്ടത്. ഓക്കെ, അപ്പൊ ടേബിളിൽ പഠിക്കാൻ നമ്മൾ പോകുന്നത് വേസ്റ്റിന്റെ കാറ്റഗറി. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഈ വേസ്റ്റുകൾ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചു WHO 8 കാറ്റഗറി ആയിട്ടാണ് വേസ്റ്റുകളെ തരംതിരിച്ചിരിക്കുന്നത്. സോ ഓരോ കാറ്റഗറി, ടൈപ്പ് ഓഫ് വേസ്റ്റ്, കാറ്റഗറി 1 ഏത് ടൈപ്പ് വേസ്റ്റ് ആണ്. ദെൻ കളർ, ടൈപ്പ് ഓഫ് കണ്ടെയ്നർ, ഏത് കളറിലെ കണ്ടെയ്നറിലാണ് നമ്മൾ അത്തരത്തിലുള്ള വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നത്. ദെൻ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്, ഏത് രീതിയിൽ നമുക്ക് അതിനെ ഡിസ്പോസൽ ചെയ്യാവുന്നത്, നിർമ്മാർജ്ജനം ചെയ്യാവുന്നത്. ഇപ്പൊ എല്ലാ വേസ്റ്റുകളും ഒരേ രീതിയിലായിരിക്കില്ല ഡിസ്പോസൽ ചെയ്യുന്നത് അല്ലെ. സോ ഏത് രീതിയാണോ ഓരോ കാറ്റഗറിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഡിസ്പോസൽ മെത്തേഡ്. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ടേബിളിലൂടെ പഠിക്കാൻ പോകുന്നത്. 8 കാറ്റഗറി ഉണ്ട്. ഓരോ കാറ്റഗറിയിൽ വരുന്ന വേസ്റ്റുകൾ ഏതൊക്കെയാണ്, ദെൻ ആ വേസ്റ്റുകൾ നമ്മൾ നിക്ഷേപിക്കേണ്ട കളർ കോഡ്, കണ്ടെയ്നറിന്റെ കളർ കോഡ്, ദെൻ ഈ വേസ്റ്റുകൾ നമുക്ക് ഏത് രീതിയിൽ ഡിസ്പോസൽ ചെയ്യാം. ഓക്കെ, അപ്പോ ഫസ്റ്റിൽ ഒരു കാര്യം പറയാം. ഇപ്പൊ നമ്മളിവിടെ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡുകൾ ഒരുപാടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത മെത്തേഡ്സുകളും ഉണ്ട്. സോ അതിനാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന ഒരു നെക്സ്റ്റ് പേജില് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ഉണ്ട്. ഒന്ന് നോക്കിയേ, പെട്ടെന്ന് എടുത്തു വെച്ചത്. ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ കണ്ടോ എല്ലാവരും? ടേബിൾ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു പേജ് കൂടി കഴിഞ്ഞിട്ടായിരിക്കും. കണ്ടോ? ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് നമ്മൾ ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അത് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ ടേബിൾ എടുക്കുമ്പോൾ മനസ്സിലാകും. ക്ലിയർ ആണോ? പേജ് എടുത്ത് വെച്ച് എല്ലാവരും ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. ഓക്കെ, ടേബിൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ പഠിക്കണം. പഠിച്ചതിന് ശേഷം നമുക്ക് ടേബിൾ എടുക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നോക്കാം ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. ഇനി ആരും ടെക്സ്റ്റിൽ കാണാത്തതില്ലല്ലോ? ഓക്കെ, treatment and disposal. The various disposal method now in use are the following. അല്ലെ, പല രീതിയിലുള്ള നിർമ്മാർജ്ജനം, അതായത് നമ്മൾ ഈ വേസ്റ്റുകൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യുന്നു അതിനുള്ള പല രീതികളും ഇന്ന് അവൈലബിൾ ആണെന്ന്. സോ ഒരു കുറച്ച് മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഇൻസിനറേഷൻ ടെക്നോളജി. ഇൻസിനറേഷൻ എന്ന് വെച്ചാൽ എന്താണ് കേട്ടിട്ടുണ്ടോ? ഇൻസിനറേഷൻ അറിയാവുന്നവര് പെട്ടെന്ന് ആൻസർ കമന്റ് ചെയ്യൂ. ഇൻസിനറേഷൻ എന്താ? ഇൻസിനറേഷൻ എന്ന് വെച്ചാലോ ദഹിപ്പിക്കല് അല്ലെ, ദഹിപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇൻസിനറേഷൻ ടെക്നോളജി നോക്കാം. എന്താണ് ഇൻസിനറേഷൻ ടെക്നോളജി നോക്കാം. ദിസ് ഈസ് എ ഹൈ ടെമ്പറേച്ചർ. ഇത് നമ്മൾ ഈ ഒരു മെത്തേഡ്സുകൾ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടീച്ചർ അണ്ടർലൈൻ ചെയ്യാൻ പറയാം. എങ്ങനെയാണ് ഓരോ മെത്തേഡും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദിസ് ഈസ് എ ഹൈ ടെമ്പറേച്ചർ thermal process that employs burning of the waste under controlled conditions for changing them into inert material, chemically inactive and gases. അതായത് നമ്മൾ കത്തിക്കുക അല്ലെങ്കിൽ ദഹിപ്പിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഇൻസിനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ പറയുന്നത് ഹൈ ടെമ്പറേച്ചറിൽ, ഉയർന്ന താപനിലയിൽ നമ്മൾ എന്താണ് വേസ്റ്റ് വസ്തുക്കളെ കത്തിച്ച് നമ്മൾ അതിനെ ഇനർട്ട് മെറ്റീരിയൽ ആക്കി മാറ്റുന്നു. എന്താ ഇനർട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനർട്ട് മെറ്റീരിയൽ നമ്മൾ ചാരമാക്കി മാറ്റാന്ന് പറയൂലേ. നമ്മളിപ്പോ കുറെ പേപ്പറും വേസ്റ്റുകളൊക്കെ കൂടി കത്തിച്ച് കഴിയുമ്പോൾ എന്താണ് ബാക്കി അവശേഷിക്കുന്നത്?
ചാരമായിട്ട് അത് മാറിയിട്ടുണ്ടാകും ഇല്ലേ? ചെറിയ തോതിൽ ഒരു ചാരമായിട്ട് നമ്മൾ കത്തിക്കഴിഞ്ഞ് മീൻസ് നല്ല രീതിയിൽ വേസ്റ്റ് എല്ലാം കത്തിക്കഴിഞ്ഞതിന് ശേഷം അതൊരു ചാരമായി മാറുന്നു. ഓക്കെ, അപ്പൊ ചേഞ്ചിങ് ഇൻ ടു ഇനർട്ട് മെറ്റീരിയൽ ആയിട്ട് മാറുന്നു, ചാരമായിട്ട് ആ ഒരു ഫോമിലേക്ക് എത്തുന്നു. Then ആണ് ഗ്യാസസ്, ചിലപ്പോൾ അത് ഗ്യാസസിന്റെ ഫോമിലോ അല്ലെങ്കിൽ ചാരമായിട്ടാണ് കത്തിക്കഴിയുമ്പോൾ ഈ വേസ്റ്റുകൾ വരുന്നത്. Incinerators can be either oil fried or powered by electricity or a combination. ഇനി നമ്മൾ കത്തിക്കുന്നത്, അതായത് ഈ വേസ്റ്റുകൾ നമ്മൾ ഇൻസിനറേഷൻ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ എന്താണ്, ഏത് ഓയിൽ ഫ്രൈഡ്, അതായത് നമ്മൾ പെട്രോളോ ഡീസലോ ഒഴിച്ചിട്ട് കത്തിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലും ഒരുപാട് വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ പെട്രോളോ ഡീസലോ ഒഴിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല രീതിയിൽ കത്തി മീൻസ് മൊത്തത്തിൽ കത്തി നശിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ either oil fried or powered by electricity, ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡീസലോ അല്ലെങ്കിൽ പെട്രോൾ ഉപയോഗിച്ചിട്ട് കത്തിക്കാവുന്ന, ഓർ എന്താണ്, ഇലക്ട്രിസിറ്റി ഓർ കോമ്പിനേഷൻ, ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടും കൂടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഹോസ്പിറ്റലുകളിലും അതുപോലെ മാളുകളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഓഡിറ്റോറിയങ്ങളിലൊക്കെ ഉണ്ടാകും ഈ വേസ്റ്റ് കത്തിക്കുന്നത്, ഇലക്ട്രിക്കൽ ആയിട്ടുള്ളത് കണ്ടിട്ടുണ്ടോ? ഒരു വലിയൊരു മെഷീനൊക്കെ ആയിട്ട് വേസ്റ്റുകൾ കത്തിക്കുന്നത് കണ്ടിട്ടുണ്ടോ? യെസ്, ഒരാൾ മാത്രം കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലും നമുക്ക് ഈ മാലിന്യങ്ങളെ കത്തിച്ച് ഇൻസിനറേഷൻ ചെയ്ത് കളയാവുന്ന, ഒന്നില്ലെങ്കിൽ നമ്മൾ പെട്രോളോ ഡീസലോ ഒഴിച്ചിട്ട് നമുക്ക് കത്തിക്കാം. കണ്ടിട്ടില്ല? ഓക്കെ, പിന്നെ ഇത് ഒന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഷോപ്പിംഗ് മാളിലൊക്കെ ഉണ്ടാകും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലുലുവില്, നിങ്ങളുടെ അടുത്ത് എനിക്കറിയില്ല ഏതാണെന്ന്, ലുലു മാളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ വേസ്റ്റിന്റെ ഒരു മീൻസ് നമ്മൾ എന്തൊക്കെയും കണ്ടിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇതൊന്ന് നോക്കണം കേട്ടോ. ഇങ്ങനെ എന്താ പറയാ, ഇലക്ട്രിക്കലായിട്ടത് നമ്മൾ ഈ വേസ്റ്റുകൾ കത്തിക്കുന്ന ഒരു മെഷീൻ ഉണ്ട്. ഒരു അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. മെയിനായിട്ട് ഹോസ്പിറ്റൽ, ഓഡിറ്റോറിയത്തിൽ, അതുപോലെ മാൾസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഒന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ കത്തിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കലായിട്ട്. ഇപ്പൊ നമ്മൾ എന്താ പറയാ, എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മൾ ഡെഡ് ബോഡിയൊക്കെ ഇലക്ട്രിക്കലി ഇപ്പൊ ദഹിപ്പിക്കുന്നത് ഇല്ലേ, ആണോ? മീൻസ് നമ്മൾ കത്തിക്കാതെ തന്നെയും ഇപ്പൊ മിക്കത് അല്ലെ, ഡെഡ് ബോഡിയൊക്കെ നമ്മൾ ഇലക്ട്രിക്കലി ആയിട്ടല്ലേ ചെയ്യുന്നത്. യെസ്, അത് ഓർക്കുക കേട്ടോ. അപ്പൊ അങ്ങനത്തെ രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ഇൻസിനറേഷൻ ചെയ്യാം. ഇനി the advantage of this type, ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇങ്ങനെ നമ്മൾ കത്തിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, it can lessen the volume of solid waste to 30% of original volume. അല്ലേ? അപ്പൊ ഇങ്ങനെ കത്തിക്കുന്നത് കൊണ്ട് നമുക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു വേസ്റ്റിന്റെ, ഈ സോളിഡ് ആയിട്ടുള്ള ഒരുപാട് വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു 30%, ഒറിജിനൽ വേസ്റ്റിന്റെ ഒരു 30% മാത്രമായിട്ട് മാറുന്നു. എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് അത്യാവശ്യം ചപ്പും ചവറുകളും വേസ്റ്റുകളെല്ലാം കൂടി അടിച്ച് മീൻസ് കൂട്ടി വെച്ചിരിക്കുകയാണ് കത്തിക്കാൻ. അപ്പൊ ഒരു കത്തിക്കാൻ നേരത്തെ എന്താണ്, ഒരു മല പോലെ ഉണ്ടാവും വേസ്റ്റ് അല്ലെ, ഇങ്ങനെ കൂമ്പാരമായിട്ട് നമ്മൾ അടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടാകും. ദെൻ നമ്മളത് കത്തിക്കഴിയുമ്പോൾ സെയിം അത്രയും തന്നെ ആയിരിക്കോ കത്തിക്കഴിഞ്ഞിട്ടുള്ള അവശിഷ്ടം? ആയിരിക്കോ? ചിലപ്പോ ചെറിയൊരു നിസ്സാരം ചാരമായിട്ട് അത് മാറില്ലേ? അല്ലാതെ നമ്മൾ ഒരുപാട് കുന്നുകൂട്ടി വേസ്റ്റ് കത്തിക്കഴിയുമ്പോൾ അതൊരു ചെറിയൊരു ഭാഗമായിട്ട് മാറും അല്ലെ. സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് മാറുന്നു. കണ്ടോ, നമ്മൾ ഒരുപാട് വേസ്റ്റ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു 30, ഒറിജിനൽ എത്രത്തോളം ഉണ്ടായിരുന്നോ അതിന്റെ ഒരു 30% മാത്രമായിട്ട് അവശേഷിക്കുള്ളൂ. അതാണ് നമ്മുടെ ഇൻസിനറേഷൻ കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? എക്സാമ്പിൾ പറഞ്ഞപ്പോ നമ്മൾ കത്തിക്കുന്നതിന്റെ ഒരു 30% മാത്രം അത് വേസ്റ്റ് ആയിട്ട് അവിടെ വരികയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഇൻസിനറേഷൻ ഓക്കെ ആണ്. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ഞാൻ വായിപ്പിക്കും, കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അത് കിട്ടാത്തതുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എങ്ങനെയാണ് ആ പ്രോസസ് എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസിനറേഷൻ ടെക്നോളജി. പെട്ടെന്ന് വായിക്കാം, മനസ്സിലാക്കി വായിച്ചാൽ മതി. അവിടെ നിന്ന് ബൈ ഹാർട്ടൊന്നും പഠിക്കാനില്ല.
വായിച്ചോ? ഓക്കെ ആണോ? വായിച്ചിട്ട് ക്ലിയർ ആണല്ലോ ഇൻസിനറേഷൻ? ഓക്കെ. ഇനി രണ്ടാമത്തെ ഡിസ്പോസൽ മെത്തേഡ് ആണ് ഓട്ടോക്ലേവിംഗ്. ഓട്ടോക്ലേവിംഗ് കേട്ടിട്ടുണ്ടാവുമല്ലോ, കേട്ടിട്ടുണ്ടോ? എന്താ ഓട്ടോക്ലേവിംഗ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ട്. ഓക്കെ, നോക്കാം കേട്ടോ. സ്റ്റെറിലൈസേഷൻ തന്നെയാണ്, സ്റ്റീം ചെയ്യുന്ന ഒരു പ്രോസസ്സ്. നോക്കാം. The process uses steam at a high temperature. ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ സ്റ്റീം ചെയ്യുന്നതാണ് ഈ മലിനപ്പെട്ട വസ്തുക്കളെ. It has been suggested for microbiology and biotechnology waste. അതായത് ഈ ലബോറട്ടറി വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, മൈക്രോബയോളജി നമ്മൾ ബയോടെക്നോളജിക്ക് ഉപയോഗിക്കുന്ന ലബോറട്ടറി വേസ്റ്റുകള്, ഷാർപ്പ് വേസ്റ്റ്, നീഡിൽസ്, സിറഞ്ച്, അങ്ങനെയുള്ള ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകള്, ഡേർട്ടി ആൻഡ് സോളിഡ് വേസ്റ്റ്, അഴുക്ക് പിടിച്ചതും അതുപോലെ തന്നെ ഖരമാലിന്യങ്ങൾ, ഇതിലേക്കാണ് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യുന്നത്. Then this technology offers certain categories of waste that is not detrimental so that the treat residues can be landfill. അതായത് നമ്മൾ പറഞ്ഞു, അതായത് മൈക്രോബയോളജി, ബയോടെക്നോളജിയിലേക്കുള്ള വേസ്റ്റുകൾ, ഷാർപ്പ് വേസ്റ്റുകൾ, സോളിഡ് വേസ്റ്റുകൾ, ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈ ടെമ്പറേച്ചറിൽ ഓട്ടോക്ലേവ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഓട്ടോക്ലേവ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് ഡിറ്റർമിനൽ. ഡിറ്റർമിനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോഷകരമല്ലാത്ത രീതിയിൽ ഓട്ടോക്ലേവ് ചെയ്യുമ്പോൾ അത് അണുമുക്തമാകും. ഉയർന്ന താപനിലയിൽ നമ്മൾ ഓട്ടോക്ലേവിൽ ആ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിലുള്ള അണുക്കൾ, ഇപ്പോൾ ഷാർപ്പ് വേസ്റ്റ് ആണെങ്കിൽ അതിലുള്ള അണുക്കളെല്ലാം ഡിസിൻഫെക്ഷൻ ആകും, അണുക്കളെല്ലാം നശിച്ചു പോകുന്നു. ദെൻ അതാണ് അവിടെ ഉദ്ദേശിച്ചത് നോ ഡിട്രിമെന്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് അണുക്കൾ ഇല്ലാതാവുക. സോ ദാറ്റ് ദ ട്രീറ്റ് റെസിഡ്യൂസ് എന്ന് വെച്ചാൽ ബാക്കി വരുന്ന അവശിഷ്ടങ്ങൾ, അതായത് എന്താ അവശിഷ്ടം എന്ന് വെച്ചാൽ മീൻസ് നമ്മൾ ആ വേസ്റ്റില് അണുക്കളൊക്കെ പോയി വരുന്ന വേസ്റ്റുകള് ക്യാൻ ബി ലാൻഡ് ഫില്ല്, അത് നമുക്ക് ലാൻഡ് ഫില്ല് ചെയ്യാവുന്ന, കുഴിച്ചു മൂടാണ്. അതായത് നമ്മള് ഇൻഫെക്ഷനോട് കൂടിയിട്ടല്ല കുഴിച്ചു മൂടുന്നത്, മറിച്ച് എന്താണ് ഓട്ടോക്ലേവ് ചെയ്ത് അതിനെ ഡിസിൻഫെക്റ്റ് ആക്കി മാറ്റിയതിനു ശേഷം നമ്മൾ അതിനെ ലാൻഡ് ഫില്ല് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓട്ടോക്ലേവ് ഒന്നുമില്ല, ജസ്റ്റ് ഓട്ടോക്ലേവ് ചെയ്യുന്നു. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വേസ്റ്റുകളെയൊക്കെ ഓട്ടോക്ലേവ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അണുമുക്തമാക്കിനെയാണ്. അണുമുക്തമാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ലാൻഡ് ഫില്ല് ചെയ്യാം. അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ നമ്മൾ അത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അണുക്കൾ, അല്ലെ? അപ്പൊ ഓട്ടോക്ലേവ് ചെയ്ത് അതിനെ അണുമുക്തമാക്കിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാം? അതിനെ നമുക്ക് ലാൻഡ് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇത്രയുള്ള ഓട്ടോക്ലേവ്. ക്ലിയർ ആണോ ഓട്ടോക്ലേവിംഗ്? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ, പെട്ടെന്ന് വായിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി മൂന്നാമത്തെ ഡിസ്പോസൽ മെത്തേഡ് ആണ് മൈക്രോവേവ് ഇറിഡേഷൻ. ഓക്കെ, മൈക്രോവേവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. മൈക്രോവേവ് ഉണ്ടോ? മൈക്രോവേവ് അല്ലെ? മൈക്രോവേവ് ഓവനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് വീട്ടില്, അല്ലെ? നോക്കാം. The microwave is based on the principle of generation of high frequency waves. അല്ലെ? ഉയർന്ന ആവൃത്തി തരംഗങ്ങളാണ് നമ്മൾ ഓട്ടോക്ലേവിൽ ഉപയോഗിക്കുന്നത്, അല്ലെ? Then these waves cause the particles within the waste material to tremble, generating heat. This heat produced from within destroy all pathogens. അതായത് അവിടെ പറയുന്നത് എന്താണ്? മൈക്രോവേവ്സ് എന്ന് പറഞ്ഞാൽ ഉയർന്ന ഫ്രീക്വൻസി തരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ വേസ്റ്റുകളൊക്കെ ഈ ഒരു മൈക്രോവേവ് എന്ന് പറഞ്ഞ ആ ഒരു എക്യുപ്മെന്റിൽ നമ്മൾ നമ്മുടെ വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നു. ദെൻ അത് മീൻസ് അത് വർക്ക് ചെയ്യുന്നത് ഒരു ട്രംബിള്, നിങ്ങൾ ഓവനിലൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് മീൻസ് ട്രംബിൾ ചെയ്യും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൈക്രോവേവ് ആണെങ്കിൽ ഒന്ന് ട്രംബിൾ ചെയ്യും, കേട്ടിട്ടുണ്ടോ? ട്രംബിൾ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്?
മീൻസ് ഒരു പാത്രം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും ചെറുതായിട്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഔട്ട് ഓഫ് മീൻസ് മൈക്രോവേവ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം, നമ്മൾ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രിബിൾ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇവിടെ പറയുന്നത് ഈ മൈക്രോവേവ് നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വേസ്റ്റുകൾ ഇടുമ്പോൾ അത് ട്രിബിൾ ചെയ്യുന്നു, മീൻസ് ഇങ്ങനെ വിറയ്ക്കുന്നു, ട്രിബിൾ ചെയ്യുന്നു. സോ ഈ ട്രിബിൾ ചെയ്യുന്ന ടൈമില് ദിസ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ഡിസ്ട്രോയ് ഓൾ പാത്തോജൻസ്, രോഗകാരികളെല്ലാം നശിപ്പിക്കുന്നു എന്ന്. നമ്മളിങ്ങനെ ട്രിബിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വേസ്റ്റിനകത്ത് വന്നിട്ടുള്ള എല്ലാ അണുക്കളെയും അതിനെ നശിപ്പിച്ച് കളയുന്നു. ഓക്കെ, അത്രയുമാണ് മൈക്രോവേവ് റേഡിയേഷനിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഒന്നും കൂടി പറയാം. മൈക്രോവേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്രീക്വൻസി വേവ്സ്, അതായത് ഉയർന്ന ആവൃത്തി തരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. സോ നമ്മൾ ഈ വേസ്റ്റുകൾ ഈ മൈക്രോവേവിലൂടെ ഇടുമ്പോൾ അത് ട്രിബിൾ ചെയ്യുന്നു. ട്രിബിൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ പാത്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. സോ ആ ട്രിബിൾ ചെയ്യുന്ന ടൈമില് അതിലെ അണുക്കള് നശിച്ചു പോകുന്നു. ഓക്കെ, ക്ലിയർ ആണോ? അത്രേ ഉള്ളൂ അതില്. വായിച്ചു നോക്കാം, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചില്ലേ? ഈ നെക്സ്റ്റ് വൺ കെമിക്കൽ മെത്തേഡ്സ്. കെമിക്കൽ മെത്തേഡ്സിൽ പറയുന്നത് 1% ഫോർ കെമിക്കൽ ഡിസിൻഫെക്ഷൻ, 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ക്യാൻ ബി യൂസ്ഡ്. അണുമുക്തമാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ്, കെമിക്കൽ മെത്തേഡാണ്. 1% ഫോർ കെമിക്കൽ ഡിസിൻഫെക്ഷൻ അല്ലെ, അതായത് കെമിക്കൽ ഡിസിൻഫെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് 1% ഡിസിൻഫെക്റ്റന്റ് ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ നിങ്ങൾ ഫ്ലോർ ക്ലീൻ ചെയ്യും അല്ലെ, താഴെ തുടയ്ക്കാറുണ്ടോ? മീൻസ് നമ്മൾ ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്യാറില്ല എല്ലാവരും? ചെയ്യാറില്ല നിങ്ങള്? യെസ്. അപ്പൊ നമ്മള് അവിടെ ഫിനോയിലോ ലൈസോളോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കും. അത് ഒരു കുപ്പിയുടെ പകുതിയാണോ നിങ്ങൾ ഒഴിക്കുന്നത്? ഇങ്ങനെയാണോ? ബക്കറ്റിൽ നമ്മൾ വെള്ളം എടുക്കും, ദെൻ നമ്മൾ ഈ ഒരു ലിക്വിഡ് ഫുൾ ആയിട്ട് ഒഴിക്കാറുണ്ടോ? ഇല്ല, ചിലപ്പോ ഒരു അടപ്പൻ മാത്രം ഒരു തുള്ളി ഒഴിച്ചാൽ മതി. ഈ 1 കപ്പ് നമ്മൾ ആ ഒരു ബോട്ടിലിന്റെ അടപ്പനില് ചിലപ്പോ ഒരു അടപ്പൻ ഫുൾ ആയിട്ട് ഒഴിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ ഒഴിക്കാറില്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ വെള്ളത്തിൽ അത് ലിക്വിഡ് ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഒഴിക്കുന്നത്. സോ അതാണ് അവിടെ പറയുന്നത് 1%, 1% നമ്മൾ ഒഴിച്ചിട്ട് ഡിസിൻഫെക്ട് ചെയ്യാന്ന്, അണുമുക്തമാക്കാന്ന്. കെമിക്കൽ ഡിസിൻഫെക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫിനോയിലോ ഡെറ്റോളോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 1% ഒഴിച്ചാൽ മതി. അല്ലാതെ ഒരു കുപ്പി മൊത്തമായിട്ടല്ല നമ്മൾ ഒഴിക്കുന്നത്, ഒരടപ്പലിലോ അങ്ങനെ ഒരു 1% മാത്രം ഒഴിക്കാണ്. ഓക്കെ, കെമിക്കൽ ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞത് ഫിനോയിൽ ഡെറ്റോൾ തുടങ്ങിയ വസ്തുക്കളാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ, അതുപോലെ തന്നെയാണ് ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ. ഏതൊക്കെയാ ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ? ഏതെങ്കിലും എക്സാമ്പിൾ പറയാമോ? നിങ്ങൾക്ക് അറിയാം, ഒന്ന് പറഞ്ഞു നോക്കി, ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ഹൈപ്പോക്ലോറൈറ്റ് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു ഐഡിയ ഇല്ലേ ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ? ഇതുപോലെ തന്നെ നമ്മൾ വൃത്തിയാക്കാനും അണുമുക്തമാക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും വസ്തുക്കള്? ഒന്നുമില്ല, ആലോചിച്ചിട്ട് ഗസ് ചെയ്ത് നോക്കൂ, ചിലപ്പോ ശരിയായാലോ. നമ്മുടെ വീട്ടില് അണുമുക്തമാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് ലൈസോള്, അതൊക്കെ നമ്മൾ കെമിക്കൽ ഡിസിൻഫെക്ഷനിൽ പറഞ്ഞു. ഡെറ്റോള്, ഇനി ഹാർപ്പിക്കുള്ള ലൈസോളൊക്കെ വിടൂ. ഓക്കെ, അതാണ് കെമിക്കൽ ഡിസിൻഫെക്ഷൻ. ഫിനോയില്, ഹാർപ്പിക് ആവാം, ഡെറ്റോൾ ആവാം, അല്ലെങ്കിൽ എന്താണ് ലൈസോൾ ആവാം. പിന്നെ എന്തൊക്കെയാണ്?
നിമയിലാവാം അല്ലെ, അതൊന്നല്ല. അതാണ് കെമിക്കൽ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. അത് പുതിയ സാധനങ്ങളുടെ പേരൊക്കെ ഉണ്ടോ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. ഇനി അതുപോലെ തന്നെ ഹൈപ്പോക്ലോറൈറ്റ്, യെസ്, ബ്ലീച്ച്. കണ്ടോ, വിസ്മയ ഉണ്ടോ പഠിക്കുന്നത്? വിസ്മയ ഗസ്റ്റ് അടിച്ചാണോ? ഓക്കെ, ബ്ലീച്ചിങ് പൗഡർ നമ്മൾ ഇടാറുണ്ട് ഇല്ലേ? ഗസ്റ്റ് ചെയ്താണ്, കുഴപ്പമില്ല കേട്ടോ. ബ്ലീച്ച്, അതുപോലെ ഒരെണ്ണം കൂടി പറയാൻ പറ്റുമോ ബ്ലീച്ച് പോലെ തന്നെ ഉള്ളത്? ക്ലോറിൻ. ക്ലോറിൻ ഇടാറുണ്ടോ? ക്ലോറിൻ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് നമ്മുടെ കിണറ്റിലൊക്കെ വെള്ളത്തിലൊക്കെ ഒന്ന് ക്ലോറിൻ ഒക്കെ ഇടും അല്ലേ? അതൊക്കെ അണുവിമുക്തമാക്കാനായിട്ട് എടുത്തതാണ്. അതാണ് ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയല്ലോ? നിങ്ങളെ കൊണ്ട് തന്നെ ഒന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയം എടുത്തത്. ഓക്കെ, അപ്പൊ എന്നിങ്ങനെയാണ് ക്ലോറിൻ ആണെങ്കിലും ബ്ലീച്ച് ആണെങ്കിലും അതൊരു അളവുണ്ട്. ഒരുപാട് നമ്മൾ വായിലിടയല്ല ചെയ്യുന്നത് അല്ലെ? ചെറിയ 1% 1% മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതിയെന്ന്. ഓക്കെ, ഇത്രേ ഉള്ളൂ കെമിക്കൽ മെത്തേഡില്. ക്ലിയർ ആണല്ലോ? ഒരു സെന്റൻസ് ഉള്ളു, വായിക്കൊന്നും വേണ്ട, അത്രേ ഉള്ളൂ, മനസ്സിലാക്കാം. ഇനി അടുത്തതാണ് പ്ലാസ്മ പൈറോളിസിസ്. കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് കേൾക്കായിരിക്കും അല്ലെ? കേട്ടിട്ടുള്ളത് ആരെങ്കിലും ഉണ്ടോ? പ്ലാസ്മ പൈറോളിസിസ് ഇല്ല. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ ഞാൻ ചോദിക്കാം, ഈ പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? സയൻസുകാരുണ്ടോ ഇവിടെ? സയൻസ് സബ് എടുത്ത് പഠിച്ചിട്ടുള്ളവരുണ്ടോ? ആരുമില്ല? എല്ലാവരും കൊമേഴ്സുകാരാണോ? സയൻസുകാരോട് ഞാൻ പ്രത്യേകം ഒന്നും ചോദിക്കണില്ല. നിങ്ങൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ് അല്ലെ? അപ്പോ അല്ലെ, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? ചെറിയത് മീൻസ് ഒരു 8, 9, 10 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ. ഈ പ്ലാസ്മ എന്ന് പറയുന്നത് മാറ്റേഴ്സ് അറിയോ എന്താണെന്ന്? അത് ആദ്യം ഞാൻ ചോദിക്കട്ടെ. മാറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടോ? ഏതൊക്കെയാണ്? മലയാളത്തിൽ പറയണോ? ഖരം, ദ്രാവകം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് മനസ്സിലാവാത്തതാണോ? അപ്പോ ഈ പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? സോളിഡ് ലിക്വിഡ് ഗ്യാസ്. ഓക്കെ, ഈ സോളിഡ് ലിക്വിഡ് ഗ്യാസ് കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ ഫോമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? അറിയാമോ? ഖരം, ദ്രാവകം, വാതകം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 4ാമത്തെ ഫോമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലോട്ട് വരാം. Plasma pyrolysis is an ultra-modern technology for safe removal of medical waste. ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത് മോഡേൺ ടെക്നോളജി ആണ്. സേഫ് ആയിട്ട് മെഡിക്കൽ വേസ്റ്റിന് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു മോഡേൺ ടെക്നോളജിയാണ് പ്ലാസ്മ പൈറോളിസിസ്. പ്രീവിയസിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. ഓക്കെ, വേറെ അങ്ങനെ ഉള്ളിലൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ പ്ലാസ്മ പൈറോളിസിസ് ഇങ്ങനെ സെന്റൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് എന്താണ് സംഭവം എന്ന് മാത്രം ഒന്ന് അറിഞ്ഞു വെക്കാം. അപ്പൊ ഇതൊരു സേഫ് ആയിട്ടുള്ള ഒരു റിമൂവൽ മെത്തേഡ് ആണ്. Then it is an environment friendly technology. അതുപോലെ തന്നെ environment friendly ആണ്, പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കണില്ല, എൻവയോൺമെന്റിന് eco friendly ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്. നോക്കാം. The plasma pyrolysis process is the thermal degradation of organic substances in the absence of air, oxygen, utilizing plasma energy. ഇപ്പൊ നമ്മൾ പറഞ്ഞു മാറ്റേഴ്സിന്റെ 4ാമത്തെ ഫോമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഈ പ്ലാസ്മ എന്ന് പറയുന്നത് ഒരു എനർജി ആണ്. അപ്പൊ ഒരു ചൂടേറിയ, ഭയങ്കര ഒരു ചൂടേറിയിട്ടുള്ള ഒരു എനർജിയാണ്. സോ നമ്മള് ഓക്സിജന്റെ അഭാവത്തില്, ഓക്സിജന്റെ സാന്നിധ്യം ഇല്ലാതെ, ആബ്സെൻസ് ഓഫ് എയർ, ഈ പ്ലാസ്മ എനർജിയുടെ സാന്നിധ്യത്തില് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ ഈ മെഡിക്കൽ വേസ്റ്റുകളെ നമ്മൾ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ അണുവിമുക്തമാക്കുന്ന ഒരു പ്രോസസ് ആണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത്. ഓക്സിജൻ ഇല്ല, എയറിന്റെ അഭാവത്തിൽ ഈ പ്ലാസ്മ എനർജി ഉപയോഗിച്ചുകൊണ്ട്, പ്ലാസ്മ ഊർജം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? താപനശീകരണം, മീൻസ് ഡിഗ്രഡേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ? നമ്മൾ അണുക്കളെ നശിപ്പിക്കുക എന്ന് പറയില്ലേ? ആ ഒരു താപനശീകരണത്തിനാണ് എന്ത് പറയാ? പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത്. നമുക്ക് അത്രയും പഠിക്കാനേ ഉള്ളൂ. അതിന്റെ പ്രോസസ്സോ അതിന്റെ ബാക്കി എങ്ങനെയാണ് അതൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് എന്താണ് ഈ പ്ലാസ്മ പൈറോളിസിസ്? അപ്പൊ മാറ്റേഴ്സിന്റെ 4ാമത്തെ ഫോമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. സോ പ്ലാസ്മ എനർജി ആണ്. പ്ലാസ്മ എനർജിയുടെ സാന്നിധ്യത്തിൽ, ഓക്സിജന്റെ അഭാവത്തിൽ ഈ പ്ലാസ്മ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വേസ്റ്റുകള് നമ്മൾ അണുവിമുക്തമാക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ത് പറയുന്നത്? പ്ലാസ്മ പൈറോളിസിസ്. ഇത് മെയിൻ ആയിട്ടും ഈ പ്ലാസ്മ പൈറോളിസിസ് പ്രോസസ് ചെയ്യുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ മാലിന്യങ്ങള്, അതുപോലെ തന്നെ എന്താണ് വ്യാവസായികമായിട്ടുള്ള മാലിന്യങ്ങള്, ഇതിനെല്ലാം നമ്മൾ
ഡിസിൻഫെക്ട് ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നു. ക്ലിയർ ആണോ? പ്ലാസ്മ പൈറോലിസിസ്. അപ്പൊ ഒന്ന് ഞാനൊരു എന്താ പറയാ ടാസ്ക് ആയിട്ട് തരാം. നിങ്ങളൊന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് അടിച്ചു നോക്കാം പ്ലാസ്മ പൈറോലിസിസ് എന്താണെന്ന്. നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്, നിങ്ങൾ ഇല്ലേ? കാണാറില്ലേ? അപ്പൊ ജസ്റ്റ് ഒന്ന് ഈ സംഭവം ഒന്ന് നോക്കാം, സെർച്ച് ചെയ്തൊക്കെ ഒന്ന് നോക്കാം. ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല, നമുക്ക് ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ മാത്രമേ ഉള്ളൂ. നോക്കോ? നോക്കില്ലേ? ചെറിയ ടാസ്ക് ഒക്കെ തരാം. ഞാൻ ടാസ്ക് തരും, പക്ഷെ ഞാൻ ചിലപ്പോൾ മറന്നു പോകും നിങ്ങളോട് ചോദിക്കാനായിട്ട്, അല്ലെ? ചിലപ്പോ ഞാൻ ഇതിക്ക് മുമ്പ് ടാസ്ക് ഒക്കെ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ മറന്നു. നിങ്ങൾ ഓർമ്മിപ്പിച്ചാൽ മതി. ഓക്കെ, ഒന്ന് നോക്കാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, നിങ്ങൾക്കൊന്ന് അറിയാൻ, ചിലവർക്കൊന്നും അറിയാൻ, കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കാം. ഓക്കെ, പ്ലാസ്മ പൈറോലിസിസ് ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. എക്സാമിന് ആ ഒരു രീതിയിൽ പ്രീവിയസ്ലി കണ്ടിട്ടുണ്ട്. ഓക്കെ, അടുത്തത് പറഞ്ഞോട്ടെ, വായിച്ചു നോക്കണോ? പ്ലാസ്മ പൈറോലിസിസ് വായിക്കണോ? വായിച്ചോളൂ, വായിച്ചു നോക്കിക്കോ. ഇതുവരെ നമ്മൾ വായിച്ചിട്ടല്ലേ വന്നത്, വായിച്ചോളൂ. നോക്കിയാണോ എല്ലാവരും? വായിച്ചോ? Okay, the next one, land disposal. Okay. As the name indicates, land disposal include two methods, which are open dumping and sanitary landfill. Land disposal രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്ന് ഓപ്പൺ ഡംപിങ്ങും then സാനിറ്ററി ലാൻഡ്ഫില്ലും. ഈ ലാൻഡ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിൽ കുഴിച്ചിടുക എന്നൊക്കെ ഉള്ള ഒരു അർത്ഥമാണ് കേട്ടോ. നോക്കാം, അപ്പൊ അത് ടു ടൈപ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ഓപ്പൺ ഡംപിങ്ങും then സാനിറ്ററി ലാൻഡ്ഫില്ലും. ഇനി നോക്കാം ഓപ്പൺ ഡംപിങ് എന്താണെന്ന്. ഓപ്പൺ ഡംപിങ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തിയാണ്. നോക്കാം, ഓപ്പൺ ഡംപിങ് ഈസ് ആൻ അൺസെക്യൂർ മെത്തേഡ്. ഇതൊരു സെക്യൂർ ആയിട്ടുള്ള ഒരു മെത്തേഡ്, സുരക്ഷിതമായിട്ടുള്ള ഒരു രീതിയല്ല. ബിക്കോസ് ദ വേസ്റ്റ് വുഡ് then be discarded in any open space that may lead to pollution problems. അല്ലെ, നമ്മൾ ആളൊഴിഞ്ഞ് നമ്മുടെ വീടിന്റെ അപ്പുറത്ത് ഒരാളൊഴിഞ്ഞ പറമ്പുണ്ട്, അവിടെ ആരും വരുന്നില്ലെങ്കിൽ നമ്മുടെ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യും? അങ്ങോട്ട് ഡംപ് ചെയ്യും. ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മൾ ചെയ്യാറില്ല. ചെയ്യാറുണ്ടോ ആരെങ്കിലും? ഇല്ല. പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാകും പൊതുവായിട്ടുള്ള മീൻസ് ചിലപ്പോൾ ഒരാളൊഴിഞ്ഞ പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ആളുകൾ വേസ്റ്റ് ഡംപ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? ഇപ്പൊ എനിക്ക് തോന്നുന്നു റോഡ് പണി മിക്ക സ്ഥലങ്ങളിലും മെട്രോന്റെ വിധം റോഡ് പണിയുടെ ഒക്കെ ഹൈവേ ഒക്കെ വരുന്ന ഇടങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് വേസ്റ്റുകൾ കൊണ്ട് തള്ളിയിട്ടുണ്ട്. ഇത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അരികത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ? ആളൊഴിഞ്ഞ പറമ്പിലോട്ട് ഇഷ്ടംപോലെ വേസ്റ്റ് വന്ന് തള്ളിയിട്ടിട്ടുണ്ടാകും. അതിനെയാണ് എന്ത് വിളിക്കുക? ഓപ്പൺ ഡംപിങ്. കാണുന്ന പറമ്പിലോട്ട് നമ്മൾ വേസ്റ്റുകളൊക്കെ വലിച്ചെറിയാം, ഓപ്പൺ ആയിട്ട് അവർ ഡംപ് ചെയ്യുകയാണ്. ഓക്കെ, അതാണ് ഓപ്പൺ ഡംപിങ്. വേറെ പഠിക്കാനൊന്നും ഇല്ല. രണ്ടാമത്തെ ഡിസ്പോസൽ ആണ് സാനിറ്ററി ലാൻഡ്ഫിൽസ്. നോക്കാം, സാനിറ്ററി ലാൻഡ്ഫിൽസ് ഇസ് സെക്യൂർഡ് ഏരിയ is selected away from the population. ഒരു സെക്ലൂഡഡ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട ഒരു ഏരിയ, അതായത് ആൾതാമസമൊന്നും ഇല്ലാത്ത, മീൻസ് അങ്ങനെ ഒരുപാട് ആളുകളൊന്നും ഇല്ലാത്ത, ആളുകൾക്ക് ദോഷം വരാത്ത രീതിയിൽ അങ്ങനെയുള്ളൊരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നു. Then the dumping is performed in the richest layer wise, and care is taken so that waste is not exposed to the atmosphere. അതായത് ആൾതാമസമൊന്നും ഇല്ലാത്ത ഒരു ഏരിയ, അതായത് ആളുകൾക്ക് ഒന്നും ബുദ്ധിമുട്ട് വരാൻ പാടില്ല, ആൾതാമസമൊന്നും ഇല്ലാത്ത ഒരു ഏരിയ നോക്കിയിട്ട് നമ്മൾ ഒറ്റയടിക്ക് വേസ്റ്റ് കുഴിച്ചു മൂടുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഡിച്ചസ് ലെയർ, അതായത് നമ്മൾ ഇപ്പൊ മണ്ണ് കുഴിച്ചിട്ട് അതിന് ഓരോ ലെയർ ആക്കി മാറ്റുന്നത്. മണ്ണിന് നമ്മൾ ഓരോ ലെയറുകളായിട്ട് പാളികളായിട്ട് തരംതിരിച്ച് കുഴികൾ ഉണ്ടാക്കും. ഓരോ സെപ്പറേറ്റ് പാളികളായിട്ട് തിരിച്ച് നമ്മള് കുഴികൾ ഉണ്ടാക്കി നമ്മൾ അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വേസ്റ്റ് നമ്മൾ ഡംപ് ചെയ്യുന്നത്. സോ അത് പരക്കില്ല, അണുക്കൾ അങ്ങോട്ട് ഇങ്ങോട്ട് പരക്കാൻ ചാൻസ് വരില്ല. അത്രയും സെക്യൂർഡ് ആയിട്ടാണ് നമ്മള് പാളികളായിട്ട് ലെയർ ആക്കി തിരിച്ചുകൊണ്ടാണ് നമ്മള് വേസ്റ്റിന് നമ്മള് മാലിന്യങ്ങള് നമ്മള് ലാൻഡ് ഫില്ല് ചെയ്യുന്നത്.
അപ്പൊ ഡിസ്ഇൻഫെക്ഷൻ ഇല്ലാത്ത തരത്തിലുള്ള മാലിന്യങ്ങളായിരിക്കും കൂടുതൽ ഈ ഒരു മെത്തേഡിൽ ലാൻഡ് ഫില്ല് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ലാൻഡ് ഫില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മെത്തേഡ് ഉണ്ട്, ഓപ്പൺ ഡംപിങ്ങും സാനിറ്ററി ലാൻഡ് ഫില്ലും. ഓപ്പൺ ഡംപിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അൺസെക്യൂർ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്, ഒരു സുരക്ഷിതത്വവും ഇല്ല, പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, കാണുന്ന മീൻസ് നമുക്ക് കിടക്കുന്ന ഏരിയയിലോട്ട് ഓപ്പൺ ആയിട്ട് ഡംപ് ചെയ്യുന്നതാണ് ഓപ്പൺ ഡംപിങ്. ദെൻ സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊഴിഞ്ഞ പോപ്പുലേഷൻ ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെയർ ബേസ്ഡ് ആയിട്ട് നമ്മൾ പാളികളായിട്ട് കുഴികൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ വേസ്റ്റ് നമ്മൾ നിക്ഷേപിക്കുന്നു. സോ അറ്റ്മോസ്ഫിയറിലാണെങ്കിലും പൊല്യൂഷൻ ആണെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, ക്ലിയർ ആണോ? ലാൻഡ് ഡിസ്പോസൽ രണ്ട് കാര്യങ്ങളാണ്, ഓപ്പൺ ഡംപിങ്ങും ദെൻ സാനിറ്ററി ലാൻഡ്ഫില്ലും. ഓക്കെ, അടുത്തത് കൂടി ഒന്ന് ഞാൻ വായിക്കാം, വായിച്ചോട്ടെ, എന്നിട്ട് നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് വായിക്കാം. ഒരു കൂടി ഉള്ളു നോക്കാം കേട്ടോ. ഇനർട്ടിസിയേഷൻ നോക്കാം കേട്ടോ, മാർക്ക് പോകും കേട്ടോ. നേരത്തെ പറഞ്ഞത് ഇൻസിനറേഷൻ ആണ്, ചിലർക്ക് മാർക്ക് പോകും. ഇൻസിനറേഷൻ ദഹിപ്പിക്കലാണ്. ഇനർട്ടിസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്, മലയാളത്തിൽ അറിയാമോ അതിന്റെ മീനിങ്? ഇനർട്ടിസിയേഷൻ നിഷ്ക്രിയത്വം എന്നാണ് കേട്ടോ, പ്രോപ്പർ മലയാളമാണ് ഞാൻ പറഞ്ഞത്. അതെ, നിഷ്ക്രിയത്വം പറയാനായിട്ട് ഇച്ചിരി അല്ലെ, നിഷ്ക്രിയത്വം നോക്കാം. In inertiation, to bring down the toxicity of the waste and minimize likely risk, it is mixed with cement or another inert material. Inertiation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും നമ്മളുടെ വേസ്റ്റില ടോക്സിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വിഷാംശത്തെ മിനിമൈസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. വിഷാംശത്തിന്റെ അളവ് കുറയ്ക്കുക, അതാണ് ഇനർട്ടിസിയേഷൻ കൊണ്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് സിമന്റ് ഓർ അനദർ ഇനർട്ട് മെറ്റീരിയൽ. ഇപ്പോ സിമന്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിഷ്ക്രിയത്വമാക്കാനുള്ള വസ്തുക്കൾ ചേർത്ത് നമ്മൾ മാലിന്യത്തിൽ വിഷാംശം കുറയ്ക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസുകളൊക്കെ ഉണ്ടാവും ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ, ഒരുപാട് എക്സ്പയറി ആയിട്ടുള്ള മെഡിസിൻസുകൾ അല്ലെ, അതായത് ഇങ്ങനെ എക്സ്പയറി ആയിട്ടുള്ള ടാബ്ലറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി പൊടിച്ചിട്ട് ഇതുപോലെ അതിന്റെ വിഷാംശം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമെന്റോ അല്ലെങ്കിൽ എന്താ ചേർക്കാം, ഇപ്പൊ സിമെന്റ് ചേർക്കാം. അതുപോലെ തന്നെ എന്താണ്, നമുക്കിപ്പോ എന്താ പറയാ, ബ്ലീച്ചിങ് പൗഡറോ അല്ലെങ്കിൽ കുമ്മായോ ഒക്കെ നമ്മൾ ചേർക്കും. ഇത് ചേർക്കുമ്പോൾ എന്താണ്, അതിന്റെ ആ ഒരു വിഷാംശം കുറയ്ക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ വിഷാംശം കുറയ്ക്കുക എന്നതാണ്. Then around 30 to 40% of the cement is blended with the waste. അപ്പൊ വേസ്റ്റിന്റെ ഒപ്പം ഒരു 30 to 40% ഇനർട്ട് മെറ്റീരിയൽ കൂടി ചേർത്തിട്ട് മിക്സപ്പ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു മാലിന്യത്തിന്റെ ടോക്സിറ്റി നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. This method is useful for treating pharmaceutical ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, നമ്മൾ ഡേറ്റ് എക്സ്പയറി ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ അത് പൊടിച്ചിട്ട് അതിന്റെ ഒപ്പം ഒരു 30% 40% ബ്ലീച്ചിങ്ങോ അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ ബ്ലീച്ചിങ് പൗഡർ ചേർക്കാം, അല്ലെങ്കിൽ കുമ്മായം അല്ലെങ്കിൽ സിമെന്റ് ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിന്റെ വിഷാംശത്തിന് നമ്മൾ കുറയ്ക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഫോർ ഇൻസിനറേഷൻ ആഷസ് ഹാവിംഗ് ഹൈ മെറ്റൽ കണ്ടന്റ്, ഉയർന്ന താപനിലത്തിൽ ഉയർന്ന അളവിലുള്ള ചാരമൊക്കെ ദഹിപ്പിക്കാനൊക്കെ ആണെങ്കിലും, അതായത് കെമിക്കൽ ആയിട്ട് വരുന്ന ചാരമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഇതാക്കാൻ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിമെന്റോ മറ്റോ ചേർത്ത് മിക്സ് ചെയ്യുന്നു. ഇതാണ് നിഷ്ക്രിയത്വം എന്ന് പറയുന്നത്, ഇല്ലാതാക്കാവുന്ന ഒരു അർത്ഥമാണ് നിഷ്ക്രിയത്വം. ഓക്കെ, അതായത് ആ വിഷാംശത്തിന്റെ അളവിന് ഇല്ലാണ്ടാക്കുക, കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്ന ഇനർട്ട് മെറ്റീരിയൽ സിമെന്റോ ബ്ലീച്ചിങ് പൗഡറോ കുമ്മായം അങ്ങനെയുള്ള വസ്തുക്കൾ ചേർക്കുന്നത്. ഇതൊരു 30 to 40% നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഇനർട്ടിസിയേഷൻ വായിച്ചു നോക്കാം കേട്ടോ. ലാൻഡ് ഡിസ്പോസലും വായിക്കണം, ഇനർട്ടിസിയേഷനും വായിക്കണം.
ഓക്കെ, വായിച്ചു എല്ലാവരും? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയത് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ആണ്. ഈ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന മെത്തേഡ്സുകളാണ് ഇൻസിനറേഷൻ ടെക്നോളജി, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവ് റേഡിയേഷൻ, കെമിക്കൽ മെത്തേഡ്സ്, പ്ലാസ്മ പൈറോളിസിസ്, പ്ലാന്റ് ഡിസ്പോസൽ, ദെൻ ഇനർട്ടിസിയേഷൻ. ഓക്കെ, ഇപ്പൊ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഡിസ്പോസൽ മെത്തേഡ്സ് പഠിച്ചു. കുഴപ്പമില്ലല്ലോ, ക്ലിയർ ആണല്ലോ എല്ലാ മെത്തേഡും? പഠിച്ചോ? ഓക്കെ ആണല്ലോ? ദെൻ ഇനി നമുക്ക് നമ്മുടെ ടേബിളിലോട്ട് വരാം. നമ്മൾ എങ്ങനെയൊക്കെയാണ് നിർമ്മാർജ്ജനം ചെയ്യുന്നത് പഠിച്ചു. ഇനി ടേബിളിലേക്ക് വരാം. ടേബിളിന്റെ പേജ് എടുക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇനി ടേബിൾ പഠിക്കാൻ പോകുന്നു. ടേബിളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാറ്റഗറീസ് ആണ്. ടൈപ്പ് ഓഫ് വേസ്റ്റ് കാറ്റഗറീസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. 10 കാറ്റഗറി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, 10 കാറ്റഗറി ആണ്. ദെൻ അത് ഓരോന്നും ഏത് കാറ്റഗറിയിൽ വരുന്നു? ടൈപ്പ് ഓഫ് വേസ്റ്റ്, ദെൻ കളർ ടൈപ്പ്, കണ്ടെയ്നേഴ്സ്, ദെൻ ട്രീറ്റ്മെന്റ്. എങ്ങനെ നമുക്ക് അതിനെ ഡിസ്പോസൽ ചെയ്യാം? ഓക്കെ, നോക്കാം. അപ്പോ പഠിക്കുമ്പോ കൃത്യമായിട്ടും ഓരോന്നും നേരെ നേരെ പഠിച്ചു പോണം. എങ്ങനെയാന്ന് വെച്ചാൽ പറയാം. കാറ്റഗറി 1 വരുന്നതാണ്. 1 നോക്കാം ആദ്യം. കാറ്റഗറി 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്. എന്താ അനാട്ടോമിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാല്? മനുഷ്യന്റെ ശരീരപരമായിട്ട് ശരീരഘടനാപരമായിട്ടുള്ള വേസ്റ്റുകൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സ്. ഹ്യൂമൻസിന്റെ ടിഷ്യൂസ്, ഓർഗൻസ് ഉണ്ടാവാം, ബോഡി പാർട്സ്. ഇതൊക്കെയാണ് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ 1. ഓക്കെ, ദെൻ ഒരു കാര്യം ഞാൻ പറയാം. ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കാറ്റഗറി, ഓരോ കാറ്റഗറിയുടെ പേര് മാത്രം ഒന്ന് നോക്കാം. ഓക്കെ, കാരണം എനിക്ക് മാക്സിമം നിങ്ങളെ കൊണ്ട് ഇവിടെ വെച്ച് തന്നെ 10 പേരുകൾ പഠിപ്പിക്കണം എന്നുണ്ട്. ഓക്കെ, നോക്കാം. 10 പേരുകൾ മാത്രം നമുക്കൊന്ന് നോക്കാം ആദ്യം. ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കാറ്റഗറി 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്. കണ്ടോ? കാറ്റഗറി 2 എന്ന് പറയുന്നത് അനിമൽ വേസ്റ്റ്. നിങ്ങൾ ആ ഡാർക്കൻ ചെയ്തിട്ടില്ലേ? ആ പേരുകൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഉള്ളിലത് എന്തൊക്കെയാണ്? കട്ടായി പോകുന്നു, എന്ത് പറ്റി? എല്ലാവർക്കും ബ്രേക്ക് ആവുന്നുണ്ടോ ക്ലാസ്? ബുദ്ധിമുട്ടുണ്ടോ ഒരാൾക്കാണോ? ഓക്കെ, മഴയൊക്കെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ഒന്നും കൂടി ജോയിൻ ചെയ്ത് നോക്കൂ. ഓക്കെ, കുഴപ്പമില്ല. മൊത്തത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. റേഞ്ചിന്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, then നോക്കാം. കാറ്റഗറി 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്. ദെൻ അനാട്ടോമിക്കൽ വേസ്റ്റില് റേഞ്ചിന്റെ പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പൊ അനാട്ടോമിക്കൽ വേസ്റ്റ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വേസ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ആ ഡാർക്കൻ ചെയ്തിരിക്കുന്ന പേരുകൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ കാറ്റഗറി 1 എന്ന് പറയുന്നത് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്. കാറ്റഗറി 2 അനിമൽ വേസ്റ്റ്. കാറ്റഗറി 3 microbiology, biotechnology waste. Then category 4 waste sharp waste എന്നും പറയാം. Then category 5 വരുന്നത് discarded medicine. Category 6 soiled waste. Category 7 solid, മാറിപ്പോകട്ടോ, solid. Category numbers പഠിക്കണം. Category 8 liquid. Category 9 incineration ash. Then category 10 chemical waste. കണ്ടോ? പേരുകൾ മാത്രമാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. കുഴപ്പമില്ല, ഇത് നമുക്ക് സമയം കിട്ടില്ല, കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ടേബിൾ ഞാൻ എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ, അതായത് ടേബിൾ കംപ്ലീറ്റ് നമ്മൾ എടുത്തതിന് ശേഷം ഒരു ക്ലാസ്സിൽ ഞാൻ ലാസ്റ്റ് ഒരു 5 minutes പറ്റുന്ന അത്രയും പേര് 10 കാറ്റഗറി പറഞ്ഞു കേൾപ്പിക്കണം. ഓക്കെ ആണോ? പെട്ടെന്ന് പറയണം. അറിയാലോ, നമ്മുടെ കഴിഞ്ഞ ബാച്ചിലർ സ്റ്റുഡൻസിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പൊ അവർക്ക് 10 കൃത്യമായിട്ട് നോക്കാതെ പറയണം ഞാൻ പറയും. 10 കൃത്യമായിട്ട് കാറ്റഗറി 1, 2 വേഗം പറയുമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിനി ഓരോ കാറ്റഗറി ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, കാറ്റഗറി 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്. അല്ലെ, മനുഷ്യന്റെ ശരീരപരമായിട്ടുള്ള വേസ്റ്റുകൾ. അപ്പൊ അതിനകത്ത് വരുന്നതാണ് ഹ്യൂമൻ ടിഷ്യൂസ് വരാം, ഓർഗൻസ്, ബോഡി പാർട്സ്.
ഇതിനകത്ത് നിക്ഷേപിക്കുന്ന കണ്ടെയ്നറിന്റെ കളർ കോഡാണ് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്. കണ്ടോ, ശ്രദ്ധിക്കണം. കാറ്റഗറി 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് ആണ്. യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. ദെൻ അതിനെ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഡിസ്പോസൽ മെത്തേഡ്? ഇൻസിനറേഷൻ ഓർ ഡീപ് ബ്യൂരിയൽ. നമുക്ക് കത്തിച്ചു കളയാം, അല്ലെങ്കിൽ ഇൻസിനറേഷൻ, ദഹിപ്പിക്കാം. ഓക്കെ, അപ്പോ ഇൻസിനറേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചോ? പഠിച്ചില്ലേ? ഇൻസിനറേഷൻ എങ്ങനെയാ ഇൻസിനറേഷൻ ചെയ്യുന്നത്? പഠിച്ചില്ലേ? ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഡിസ്പോസൽ മെത്തേഡ് എടുത്തത്. അപ്പൊ ക്ലിയർ ആയോ എന്തുകൊണ്ടാണ് ഞാൻ ഡിസ്പോസൽ എടുത്തതെന്ന്? ക്ലിയർ ആയോ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇൻസിനറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും എന്താ ഇൻസിനറേഷൻ എന്ന് ചോദിക്കില്ലേ? യെസ്, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ എങ്ങനെയാണ് മെത്തേഡൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് കാറ്റഗറി കഴിഞ്ഞു. പഠിക്കാട്ടോ. കാറ്റഗറി 1 എന്ന് പറയുന്നത് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് ആണ്. യെല്ലോ കളറിലെ കണ്ടെയ്നറിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. ദെൻ അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻസിനറേഷൻ ഓർ ഡീപ് ബ്യൂരിയൽ. ഓക്കെ, ഇന്ന് പഠിക്കുന്ന കാറ്റഗറി നമുക്ക് ഇന്ന് തന്നെ പഠിക്കണം കേട്ടോ. ദെൻ കാറ്റഗറി 2 പറയാം. കാറ്റഗറി 2 എന്ന് പറയുന്നത് അനിമൽ വേസ്റ്റ് ആണ്. അനിമലിന്റെ വേസ്റ്റുകളാണ്. എന്തൊക്കെയാണ് അനിമൽ വേസ്റ്റിൽ വരുന്നത് നോക്കാം. അനിമൽ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സ്, കാർക്കേസസ് എന്ന് വെച്ചാൽ അനിമൽസിന്റെ മൃതശരീരങ്ങൾ, ജീർണിച്ചിട്ടുള്ള മൃതശരീരങ്ങള്, ബ്ലീഡിംഗ് പാർട്സ്, ഫ്ലൂയിഡ്, ബ്ലഡ്. എക്സ്പെരിമെന്റൽ അനിമൽ യൂസ്ഡ് ഇൻ റിസർച്ച്, ഗവേഷണത്തിനൊക്കെ വേണ്ടിയിട്ട് അനിമൽസിന്റെ ഡെഡ് ബോഡീസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ വെറ്റിനറി ഹോസ്പിറ്റൽ ആൻഡ് കോളേജസ്, അല്ലെ? വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഉള്ള അനിമൽസിന്റെ മറ്റവശിഷ്ടങ്ങള്. ദെൻ ഹോസ്പിറ്റൽ ഫ്രം ഡിസ്ചാർജസ്, ഹോസ്പിറ്റലിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ, അനിമൽ വെറ്റിനറി ഹോസ്പിറ്റലിലുള്ള വേസ്റ്റുകൾ. ദെൻ ഇത് നമ്മള് കാറ്റഗറി 2 അനിമൽ വേസ്റ്റിൽ നമ്മള് വേസ്റ്റുകള് ഡിസ്പോസൽ ചെയ്യുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗിൽ തന്നെയാണ്. ഓക്കെ, ദെൻ അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറയുന്നത് വീണ്ടും ഇൻസിനറേഷനും ഡീപ് ബ്യൂരിയലും തന്നെയാണ്. ഓക്കെ, ഇപ്പൊ കാറ്റഗറി 1ഉം 2ഉം പഠിക്കാൻ എളുപ്പമാണ്. കാരണം യെല്ലോ തന്നെയാണ് കണ്ടെയ്നറിന്റെ കളർ കോഡ്. 1ഉം 2ഉം യെല്ലോ ആണ്. ദെൻ ഒരേ ഡിസ്പോസൽ മെത്തേഡ് ആണ്. ഇൻസിനറേഷനും ഡീപ് ബ്യൂരിയൽ തന്നെയാണ് 1ഉം 2ഉം. ഇനി കാറ്റഗറി 1 എന്ന് പറയുന്നത് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് ആണ്. 2 എന്ന് പറയുന്നത് അനിമൽ വേസ്റ്റ്. ഓക്കെ, ക്ലിയർ ആണോ? പഠിക്കാൻ എളുപ്പമാണ്. 1ഉം 2ഉം കാറ്റഗറിയുടെ പേര് മാത്രം പഠിച്ചാൽ മതി. ദെൻ കളർ കോഡും ഡിസ്പോസൽ മെത്തേഡും സെയിം ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കാം. കാറ്റഗറി 3. കാറ്റഗറി 3യിൽ വരുന്നതാണ് മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. ഇനി അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. Waste from laboratory cultures, stock or specimens of live microorganisms, human and animal cell cultures used in research and infectious agents from research and industrial laboratories, biological production by produced waste, toxins and devices utilized to transfer cultures. അതായത് ലബോറട്ടറിയിൽ നിന്നുള്ള വേസ്റ്റുകള്, അതുപോലെ തന്നെ സ്പെസിമെൻസ്, സാമ്പിളുകൾ, അല്ലെ നമ്മൾ കൊടുക്കുന്ന സാമ്പിളുകള്, മൈക്രോ ഓർഗാനിസം, ലൈവ് ആയിട്ടുള്ള ചെറിയ മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മജീവികള്, അനിമൽസിന്റെ സെല്ല്, അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വസ്തുക്കള്, ലബോറട്ടറിയിൽ ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കള്. ദെൻ ലാസ്റ്റ് വൺ വേസ്റ്റ് ടോക്സിൻ ഡിവൈസസ്, അതായത് നമ്മൾ കൾച്ചർ ചെയ്യാനൊക്കെ എടുക്കുന്ന ടെസ്റ്റ് ട്യൂബ്, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ. ടെസ്റ്റ് ട്യൂബ്, സ്ലൈഡുകള്, ഇവയൊക്കെയാണ് ഈ മൈക്രോബയോളജി വേസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ അതിന്റെ കണ്ടെയ്നറിന്റെ കളർ കോഡ് നോക്കാം. യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. യെല്ലോയിലും ഇടാം, അതുപോലെ തന്നെ റെഡിലും ഇവർക്ക് ഇങ്ങനെയുള്ള മൈക്രോബയോളജി വേസ്റ്റുകൾ നിക്ഷേപിക്കാം. 2 കളർ ഉണ്ട്, യെല്ലോ, റെഡ്. ഓക്കെ, ഇനി അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് നോക്കൂ. ലോക്കൽ ഓട്ടോക്ലേവിംഗ് മീൻസ് ഓട്ടോക്ലേവിംഗോ അല്ലെങ്കിൽ മൈക്രോവേവിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസിനറേഷൻ ചെയ്യാം. 3 രീതിയിൽ ചെയ്യാം. ഓട്ടോക്ലേവിംഗ് നമ്മൾ പഠിച്ചു, മൈക്രോ ഇറിഡേഷൻ പഠിച്ചു, ഇൻസിനറേഷനും പഠിച്ചോ? ഓക്കെ, അപ്പൊ ഈ 3 മെത്തേഡ് നമുക്ക് കാറ്റഗറി 3യിൽ ഉപയോഗിക്കാം. ഒന്നില്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോ ഇറിഡേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇൻസിനറേഷൻ, ദഹിപ്പിച്ചും കളയാം.
ഓക്കെ, ക്ലിയർ ആണോ? 3 കാറ്റഗറിയാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒന്ന് പേര് നോക്കാം. കാറ്റഗറി 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ ആണ്. ദെൻ യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ആണ്. ദെൻ നമുക്ക് അതിന് ഇൻസിനറേഷൻ ചെയ്യാം ഓർ ഡീപ് ബ്യൂരിയൽ ചെയ്യാം. ദെൻ രണ്ടാമതായിട്ട് പറഞ്ഞത് കാറ്റഗറി 2 അനിമൽ വേസ്റ്റ്. യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ഇൻസിനറേഷൻ ചെയ്യാം, ഡീപ് ബ്യൂരിയൽ ചെയ്യാം. ദെൻ കാറ്റഗറി 3 നമ്മൾ പഠിച്ചു മൈക്രോബയോളജി, ബയോടെക്നോളജി, വേസ്റ്റ്. Then yellow plastic bag, red plastic bag. Then അതിന്റെ മെത്തേഡ് ചെയ്യുന്നത് ഓട്ടോക്ലേവിംഗ് ചെയ്യാം, മൈക്രോവേവിംഗ് ഓർ ഇൻസിനറേഷൻ. ഓക്കെ, 3 കാറ്റഗറി ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഏകദേശം പഠിച്ചോ? പഠിച്ചില്ലേ? പറഞ്ഞു അല്ലേ? മീൻസ് ഞാൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ മാക്സിമം എന്റെ ക്ലാസ്സിൽ വെച്ച് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണത്. ഓക്കെ, ഈ 3 വായിച്ചു നോക്കി. വായിക്കാനല്ല കേട്ടോ, വായിക്കുമ്പോ അത് നമ്മുടെ മനസ്സിലോട്ട് കയറണം, പഠിക്കണം. ഓക്കെ, വായിച്ചു നോക്കാം. അത്യാവശ്യം വായിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ്സിൽ നല്ല ഭംഗിയായിട്ട് ഇരുന്നിട്ടുണ്ട്. ക്ലാസ് കേട്ടൊരു അനുഭവം വെച്ചിട്ട് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കാം. വായിക്കുമ്പോൾ 3 കാറ്റഗറി നമുക്ക് ഇന്ന് തന്നെ പഠിക്കണം. ഓക്കെ, വായിച്ചു നോക്കാം. പഠിച്ചു കഴിഞ്ഞോ? ഓക്കെ, വായിച്ചോളൂ. കാർക്കേസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൃതശരീരങ്ങൾ ഉണ്ടല്ലോ, ജീർണിച്ചത്. അതായത് മീൻസ് അനിമൽസിന്റെ ഒക്കെ മൃതശരീരങ്ങൾ, അഴുകിയിട്ട് നിലയിലുള്ളതും അങ്ങനെയുള്ള മൃതശരീരങ്ങളെയാണ് കാർക്കേസസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? കാറ്റഗറി 1, 2 and 3. നാലാമത്തെ കാറ്റഗറി കൂടി ഒന്ന് പറയാം. കാറ്റഗറി 4 വേസ്റ്റ് ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നീഡിൽസ്, സിറിഞ്ചസ്, സ്കാൽപ്പൽസ്, ബ്ലേഡ്സ്, ഗ്ലാസ് എക്സെട്ര. സ്കാൽപ്പൽസ് വെച്ചിട്ടുണ്ടെങ്കിൽ സർജിക്കൽ നീഫ്. ഓക്കെ, സർജിക്കൽ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന നീഫില്ലേ, കത്തി. Then blades, then glass that might lead to punctures and wounds. അല്ലെ, അതായത് ഈ ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകള് പഞ്ചറും അല്ലെങ്കിൽ വൂൺസ്, മുറിവുകൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പഞ്ചർ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ നമ്മള് നീഡിലൊക്കെ ഉണ്ടല്ലോ, നീഡിൽ ഇങ്ങനെ പഞ്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മീൻസ് ഇങ്ങനെ കുത്തിപ്പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ടെന്ന്, അതാണ് പഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? മീൻസ് ഈ ഷാർപ്പ് മീൻസ് സൂചിയുടെ ഒക്കെ മല കൊണ്ട് കുത്തിപ്പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ മുറിവുകൾ വരാനൊക്കെ, വോൺസ് മീൻസ് മുറിവുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. This applies to both used and unused ഷാർപ്പ്. ഉപയോഗിച്ചതും അല്ലെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള ഷാർപ്പ് വേസ്റ്റുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് ബ്ലൂ ഓർ വൈറ്റ് ട്രാൻസ്ലുസന്റ് പഞ്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സ്. ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് കളറിലെ ട്രാൻസ്ലുസന്റ് പഞ്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സ്. പഞ്ചർ പ്രൂഫ് കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കട്ടിയുള്ള കണ്ടെയ്നർ ആണ്. കാരണം നമ്മൾ അതിനകത്ത് ഇടുന്നത് ഷാർപ്പ് വേസ്റ്റുകളാണ്, നീഡില്. അപ്പോ കട്ടിയില്ലാത്തതാണെങ്കിൽ എന്താണ്, ഇത് തുളഞ്ഞ് പുറത്തേക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. കട്ടി കുറഞ്ഞ ഒരു കണ്ടെയ്നർ ആണെങ്കിൽ ഈ നീഡിലും
അതുപോലെ തന്നെ എന്താണ് ബ്ലേഡും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് തുളഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ തുളയാത്ത രീതിയിൽ പഞ്ചർ പ്രൂഫ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി കട്ടിയുള്ള ടൈപ്പാണ്. നിങ്ങളൊന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും കേട്ടോ. പഞ്ചർ പ്രൂഫ് കണ്ടെയ്നർ ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ഉണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ്. ബ്ലൂ കളർ കൊണ്ട് കൂടുതലും വൈറ്റ് ആണ് കാണുന്നത്. നിങ്ങൾ സെർച്ച് ചെയ്താലും വൈറ്റ് ആയിരിക്കും കാണാൻ ചാൻസ് കൂടുതൽ. ബ്ലൂ കളർ ഉണ്ടാകാം അല്ലെങ്കിൽ വൈറ്റ് കളർ ഉണ്ടാകും. പഞ്ചർ പ്രൂഫ് എന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ളത്, പുറത്തേക്ക് ഇത് തള്ളി പോരാത്ത രീതിയിലുള്ളത്. ഇനി അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറയുന്നത് ഡിസിൻഫെക്ടിങ്, കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. 1% ക്ലോറിനോ അങ്ങനെയുള്ള ഐറ്റംസ് ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോക്ലേവ് ചെയ്യാം, മൈക്രോവേവിംഗ് ചെയ്യാം. ആൻഡ് മ്യൂട്ടിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മ്യൂട്ടിലേഷൻ? അതായത് നമ്മൾ അതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക, കീറി മുറുക്കി വേർതിരിക്കുക എന്നൊക്കെ പറയില്ലേ. ഷ്രെഡിങ്, അതായത് മുറിക്കുക, സെപ്പറേറ്റ് ചെയ്ത് വേർതിരിച്ച് നശിപ്പിച്ച് കളയാന്ന് പറയില്ലേ. കട്ട് ചെയ്ത് അല്ലെങ്കിൽ മുറിച്ച് കീറി വലിച്ച് കളയുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പൊ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോക്ലേവ് ചെയ്യാം, മൈക്രോവേവിംഗ് ചെയ്യാം, മ്യൂട്ടിലേഷൻ ഓർ ഷ്രെഡിങ്, കീറി മുറിച്ച് നശിപ്പിച്ച് കളയുക. ഓക്കെ, കാറ്റഗറി 4 ഷാർപ്പ് വേസ്റ്റ് ആണ്. അതിന്റെ കളർ കോഡ് ബ്ലൂ ഓർ വൈറ്റ്, പഞ്ചർ പ്രൂഫ് കണ്ടെയ്നർ. അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് ഡിസിൻഫെക്ടിങ്, കെമിക്കൽ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കാം, ഓട്ടോക്ലേവ് ചെയ്യാം, മൈക്രോവേവിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ഷ്രെഡിങ് ചെയ്യാം. മ്യൂട്ടിലേഷൻ വെച്ചാൽ ഇതുപോലെ നമ്മൾ നശിപ്പിക്കുക എന്ന് പറയില്ല, അതിനെ മീൻസ് മുറിച്ച് കളയുക, നശിപ്പിച്ച് കളയുക എന്നുള്ളൊരു മീനിങ്. ഓക്കെ, വായിച്ചു നോക്കി. നാലാമത്തെ ഒന്ന് വായിക്കാം കേട്ടോ. ഷ്രെഡിങ് ആണ് കീറി മുറിക്കുക എന്നുള്ളൊരു മീനിങ് കേട്ടോ. കീറി മുറിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മളിത് പഠിച്ചത് 4 ടൈപ്പ് കാറ്റഗറി 4 വരെയാണ് നോക്കിയത്. നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞിട്ടോ. പെട്ടെന്ന് സമയം പോയോ? പെട്ടെന്ന് തീർന്നില്ലേ? ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാട്ടോ, റെസ്പോണ്ട് ചെയ്യാട്ടോ. നിങ്ങൾക്ക് ക്ലാസ്സിന്റെ ലാസ്റ്റ് ടൈം ഇത്തിരി നേരം റെസ്പോണ്ട് ചെയ്യാനുള്ള ടൈമാണ്, പക്ഷെ നമുക്ക് അതിനും കൂടി ടൈം ഇല്ല. ഓക്കെ ആണോ? ക്ലാസ്സില് ഇന്ന് ആർക്കെങ്കിലും ഉറക്കം വന്നോ? ഇന്ന് പെട്ടെന്ന് സമയം പോയില്ലേ? നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ട് പോയിന്ന് അല്ലെ? എല്ലാവരും റെസ്പോണ്ട് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതുപോലെ എല്ലാ ക്ലാസ്സിലും ഇരിക്കുന്നു കേട്ടോ. നല്ലൊരു പോർഷൻ ആണ്. കാരണം നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവും ചില കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതല്ലേ നിങ്ങള്? ആണോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളോടുകൂടി എന്താ പറഞ്ഞത്? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പോ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നോക്കണം, ഇങ്ങനത്തെ കളർ കോഡുകളൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കാം, ചെക്ക് ചെയ്യാം. പഠിച്ച കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കണം എന്ന് പറയില്ലേ. നമുക്ക് കുറച്ചുകൂടി കണ്ട് മനസ്സിലാക്കണം. നിങ്ങളൊരു ഹാപ്പി ആവശ്യമെങ്കിലും നമ്മൾ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത കാറ്റഗറി കംപ്ലീറ്റ് ചെയ്യണം. കാറ്റഗറി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 10 കാറ്റഗറിയുടെ പേര് മാത്രം ബൈ ഹാർട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിക്കണം, ഫുള്ളായിട്ട് പഠിക്കണം. എങ്കിലും ഞാൻ ക്ലാസ്സിൽ വെച്ച് തന്നെ മിനിമം 10 കാറ്റഗറിയും പേര് ഞാൻ പഠിച്ചിരിക്കും നമ്മള്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. Thank you, ma'am.